രാജ്യത്ത് 10 ദിവസത്തിനിടെ മൂന്നാം തവണയും ഇന്ധനവില കൂട്ടിയിരിക്കുകയാണ് എണ്ണ കമ്പനികൾ. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസൽ ലിറ്ററിന് 91 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112 കടന്നു. കോഴിക്കോട് നിന്ന് മുബാറക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോടും പെട്രോൾ വില വർധനവിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. പൊതുജനങ്ങളും ആകമാനം ദുരിതത്തിലായിരിക്കുകയാണ്. കാരണം വാഹനമെടുത്തവർക്കൊക്കെ ഇന്ധനം അടിക്കാതെ വേറെ രക്ഷയില്ല. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് അരയിടത്തു പാലത്തുള്ള ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലാണ്. ഈ പമ്പിൽ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചതിനെ തുടർന്ന് ഇവിടെയും കോഴിക്കോടും വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്രോൾ വില ഇപ്പോൾ 110.94 രൂപയായിട്ടാണ് നിലവിലുള്ളത്. അതുപോലെ ഡീസലിന്റെ വില സെഞ്ചുറിയോടടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ കൂടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടനോട് പ്രതികരണം ചോദിക്കാം. ചേട്ടാ, ദുരിതം എന്ന് പറഞ്ഞാല് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ അത് ഡബിൾ ചാർജാ. പിന്നെ ചായ നമ്മൾ കാലിച്ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടില്ല. നമുക്കാണെങ്കിൽ ഒരിക്കൽ പോലും ഇതിപ്പോൾ എത്ര വർഷമായി 30 രൂപയ്ക്ക് ഓടുന്നത്. നമ്മളും ഈ ഗ്യാസ് ഈ അമിത വില കൊടുത്തിട്ടല്ലേ നമ്മൾ വാങ്ങുന്നത്. ഇതിങ്ങനെ കൂടിക്കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക? വളരെ പ്രശ്നം തന്നെയല്ലേ. കുടുംബത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക്? ഇത് തന്നെയാണ് പൊതുജനം പറയുന്നത്. എന്ത് ചെയ്യാനാണ്? ഡീസലിനോടൊപ്പം തന്നെ പൊതുനിരത്തിൽ എല്ലാത്തിനും വില വർധനവാണ്. ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പൊതുജനം അറിയിക്കുന്നത്. ചേട്ടാ, പെട്രോളിന് വില വർദ്ധിച്ചിട്ടുണ്ട്. എന്താ തോന്നുന്നത് ഡീസലിനടക്കം? പെട്രോളും ഡീസലും വില വർധനവ് ഇപ്പം ബസ്സൊന്നും കൊണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്കിപ്പോൾ ഡീസലിന് നല്ല എല്ലാത്തിനും വില കൂടി. ടയർ, മെയിൻ്റെനൻസ്, ലൈനർ, പിന്നെ ഈ ബസ് മേഖല ഇനി വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും സാമ്പത്തികമായിട്ട് നഷ്ടത്തിലാണ് ഒരുവിധം എല്ലാ ബസ്സുകളും ഓടുന്നത്. നിരവധി പ്രശ്നങ്ങളാണ് എല്ലാ മേഖലയിൽ. ഏതൊരു വാഹനം ഓടിക്കുന്നവരായാലും അവർ ആ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കോഴിക്കോട് ജില്ലയിലും ഈ വില വർധനവ് സാരമായി തന്നെ ആളുകളെ ബാധിച്ചിട്ടുണ്ട്. എല്ലാവരും നിരാശയിലാണ്. ഇനി ഈ ഗവൺമെന്റ് ഈ തമിഴ്നാട്ടിലൊക്കെ നടപ്പാക്കിയതുപോലുള്ള സെസ്സിൽ എന്തെങ്കിലും ഒരു ഇളവ് വരുത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ശമനം ലഭിക്കൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.